എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ആദ്യമേ കാണിക്കുന്നത് നവീനും വേണുവും അനാമികയും കൂടി കാണുന്നതാണ്. എന്നിട്ട് നവീൻ അവരോട് പറയുന്നുണ്ട്, ഇങ്ങനൊരു നിശ്ചയം നടക്കുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവുള്ളൂ. ഏതായാലും യാതൊരു തടസ്സവുമില്ലാതെ ആ നിശ്ചയം അങ്ങ് നടക്കട്ടെ. ഇതിന് ഉടക്ക് നിൽക്കുന്നത് അനി മാത്രമാണ്. അവൻ അത്ര അങ്ങ് ഇഷ്ടമല്ല ഈ വിവാഹം. അതുകൊണ്ട് ഇത് മുടക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുമായിരിക്കും. അതിൽ നിങ്ങൾ പങ്കാളികളാകണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഈ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ മൂർത്തി മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെ അവർ കോമ്പൻസേഷൻ തരും. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നു. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് വേണുവും അനാമികയും. എന്നിട്ട് നവീൻ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ രണ്ട് ഭാഗത്തിനും പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. എന്നിട്ട് ഇതിനിടയ്ക്ക് വേണു പറയുന്നുണ്ട്, ഇവർ ആ വനിതാ ജഡ്ജിനെ കാണാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഇനി മേലാൽ ഇത് ആവർത്തിച്ചേക്കരുതെന്ന് പറഞ്ഞു. കോടതിയിലുള്ള കാര്യങ്ങൾ കോടതിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി മേലാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ വേണു പറയുമ്പം നവീൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കാൻ മേലെ? അതെങ്ങനെയാണ്, വിവരക്കേട് കൂടപ്പിറപ്പാണല്ലോ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നവീൻ ഇവരുടെ വക്കീലല്ല, പക്ഷേ അവരെന്ത് ചെയ്താലും നവീനോട് ചോദിച്ചിട്ട് ചെയ്യണമെന്നാണ് നവീൻ പറയുന്നത്. അത് മാത്രമല്ല, ഇവർക്ക് പൈസ കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ നവീനായിട്ട് ഉണ്ടാക്കി തരാമെന്നും പറയുന്നുണ്ട്. ഏതായാലും നവീൻ പോയതിന് ശേഷം വേണു പറയുന്നുണ്ട്, നമുക്ക് വിവാഹ നിശ്ചയമൊന്നും മുടക്കണ്ട, അതിനുശേഷം അവരോട് പോയി പൈസ ചോദിക്കാം, ഒന്ന് വിലപേശി നോക്കാം എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട്, ഒരു വിലപേശലും വേണ്ട, കിട്ടുന്നത് മേടിച്ചിട്ട് പോകാം, എനിക്ക് ഈ കോടതിയും വക്കീലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് മടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ നാഗേന്ദ്രനെ പോയി കാണുന്നു. ചെല്ലുന്നത് നല്ല ദേഷ്യത്തോടെയാണ് ചെല്ലുന്നത്. വാതിൽ തുറക്കുന്നത് പേടിച്ചിട്ട് നാഗേന്ദ്രൻ അകത്തോട്ട് കയറി പോകുന്നു. പുറകെ ഏടാ എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശൻ ചെല്ലുന്നു. കരണം തീർത്തോളം കൊടുക്കുന്നു. എന്നിട്ട് പറയുവാണ്, വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ അനന്തപുരിയിൽ നിന്ന് പടിയിറക്കി വിട്ടപ്പോൾ ഇതുപോലെ വിഷസർപ്പമായിട്ട് നീ തിരിച്ചു വരും എന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, മൂർത്തി ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നത് നീ ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എന്നെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, എൻ്റെ കുടുംബത്തെപ്പറ്റി എല്ലാം അറിയാവുന്ന ഒരാളാണ് ശത്രു എന്നറിയായിരുന്നു. അപ്പോഴും നിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അങ്ങനെ വന്നായിരുന്നു എങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഈ മാതിരി സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഭാഗം കേൾക്കാൻ ഒരിക്കലും നിങ്ങൾ നിന്നിട്ടില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, എന്തായിരുന്നു നിൻ്റെ ഭാഗം എന്ന് എനിക്ക് മനസ്സിലായില്ല. അനാഥയായ ഒരു പെൺകുട്ടിയായിരുന്നു ജലജ. അവളെ ഞങ്ങൾ എടുത്തു വളർത്തി, അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. വിവാഹത്തിന് പോലും പൊന്നിൽ കുളിച്ചാണ് അവൾ കതിർ മണ്ഡപത്തിൽ നിന്നത്. അതിനുശേഷം വിവാഹം കഴിഞ്ഞ് അവളെ സ്വന്തം വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം നീ അനന്തപുരിയിൽ ചേക്കേറി, അനന്തപുരിയിലായി പിന്നീട് താമസം. അവിടുന്ന് പതിയെ മൂർത്തി ജ്വല്ലറിയിലും കയറിപ്പറ്റി. എന്നിട്ട് നീ കാണിച്ചത് എന്തൊക്കെയാണ് എന്ന് നിനക്കറിയാവോ? നിനക്ക് അത്യാഗ്രഹമായിരുന്നു. പലപ്പോഴും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചത്. ഞങ്ങളുടെ മക്കളെക്കാൾ സ്നേഹിച്ച് വളർത്തിയ ജലജയെ ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായിട്ടായിരുന്നു. പക്ഷേ നീ നിൻ്റെ തനി സ്വരൂപം കാണിച്ചതുകൊണ്ടാണ് നിന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടത്. ഏതായാലും നീ പോയപ്പോഴും നിൻ്റെ തനി സ്വരൂപത്തിൽ ഒരുത്തിനെ ഞങ്ങൾക്ക് തന്നിട്ടാണല്ലോ പോയത്, നിൻ്റെ മകൻ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ മകൾ ഞങ്ങളോടൊപ്പമാണ്. അവളുടെ വിവാഹ നിശ്ചയം നടത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനിയും ശത്രുത കാണിക്കാതെ ഈ നാട്ടിൽ നിന്ന് പൊയ്ക്കോണം. എൻ്റെ കൺമുമ്പിൽ ഇനി മേലെ കണ്ടേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ അവിടുന്ന് പോരുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ആകെ വിഷമാകുന്നുണ്ട് നാഗേന്ദ്രന്. ഏതായാലും അവിടുന്ന് ഇറങ്ങുന്ന മുത്തശ്ശൻ നേരെ അമ്പലത്തിലോട്ടാണ് പോരുന്നത്. ഈ സമയം അമ്പലത്തിൽ ആദർശം നയനയുണ്ട്. അവർ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദമൊക്കെ മേടിച്ച് നിൽക്കുമ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ മുത്തശ്ശൻ എന്നും പറയുന്ന പോലെ കുറേ തത്വങ്ങളൊക്കെ പറയുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ആദർശനോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി നാളെ വീട്ടിലോട്ട് വരണം. വീട്ടിൽ നാളെ വലിയൊരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജയിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കണം. പിന്നീട് നീ മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനം ഏറ്റെടുക്കണം എന്നുകൂടി പറയും. ആദർശ് പറയുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് മുത്തശ്ശനോട് എതിർപ്പുണ്ട്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അനിയല്ലേ, അവൻ തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അച്ഛനും കൊച്ചച്ഛനും ഒക്കെ എനിക്ക് വേണ്ടി വഴിമാറി തന്നതുപോലെ അവന് വേണ്ടി ഞാനും വഴിമാറി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് ശരിയാകിയല്ല. കാരണം ഒരു MD ആയിട്ടിരിക്കാനുള്ള പക്വതയൊന്നും അവനില്ല. അത് അവൻ എപ്പോഴും പറയാറുണ്ട്. നീ അവൻ്റെ പിന്നിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിജയങ്ങളൊക്കെ അവന് എത്തിപ്പിടിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നീ തന്നെ MD ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത്
അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, പക്ഷേ MD കസേരയിൽ അനി തന്നെ ഇരിക്കണമെന്നാണ് ഇളയമ്മയുടെ ആഗ്രഹമെന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, അവളുടെ ആഗ്രഹത്തിന് ആരാ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ആ രീതിയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷം ഒരുപാട് വിഷമിച്ചാണ് മോൾ അവിടെ കഴിഞ്ഞത്. പിന്നെ നിന്നെ സഹായിക്കാനും നിന്നോടൊപ്പം നിൽക്കാനുമുള്ള ആഗ്രഹം കൊണ്ടാണ് മോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ അവസാനിച്ചത്. അതുകൊണ്ട് മോളെ ഒരിക്കലും നീ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നത്തെയും പോലെ നയനയും ഒന്ന് പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് അവരോട് വീട്ടിലോട്ട് ചെല്ലണം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അമ്പലത്തിൽ നിന്ന് പോകുന്നു. ഒരുപാട് സന്തോഷമായി ആദർശനും നയനയ്ക്കും. ഈ സമയം ജയൻ വിജയം ആഘോഷിക്കാൻ വേണ്ടി എല്ലാവർക്കും മുട്ടായിയൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, ശരിക്കും ഈ വിജയത്തിന് അർഹ നയനമോളാണ്. മോള് ഉറക്കളച്ചിരുന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇങ്ങനൊരു വിജയം കിട്ടിയത് എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളോട് ഉറക്കളക്കരുത്, ആരോഗ്യം കളയരുത് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഏതായാലും ഈ വിജയത്തിന് ശേഷം മോള് ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയുമ്പം ദേവയാനി പറയുവാണ്, മോള് അമിത ആവേശത്തിലും അമിത ആഹ്ലാദത്തിലുമാണ്, വിളിക്കുമ്പോഴെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് എന്ന്. അന്നേരം അജയനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നു. അന്നേരം മുത്തശ്ശനും മുട്ടായി കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനൊരു വിജയം ഉണ്ടായത് നയനമോളും ആദർശം കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു, അവരുടെ പ്രയത്നിച്ചുകൊണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പണ്ടത്തെ ആ സെയിം ലൈൻ തന്നെയാണ് എടുക്കുന്നത്, ഭയങ്കര ദേഷ്യത്തോടെ. അത് നിന്നോട് ആരാ പറഞ്ഞത്? നയന ചിലപ്പോൾ ഡിസൈൻ വരച്ച് കാണുമായിരിക്കും, പക്ഷേ ഈ വിജയം അർഹിക്കുന്നത് അനിയാണ്. അവൻ്റെ സമയം നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പം അച്ഛൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ലേ? നയനമോൾ കഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കുമായിരുന്നോ എന്ന് അജയൻ വരെ ചോദിക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ എന്നും പറയുന്ന പോലെ തന്നെ തറതല പറയുന്നു, അവരുടെ കഴിവുകൊണ്ടൊന്നും അല്ല, അത് ആ രീതിയിൽ കാണുകയും വേണ്ട എന്നൊക്കെ പറയുന്നു. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവരോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ലേ എന്ന്. അന്നേരം ജയനും പറയുന്നുണ്ട്, ആദർശനോടുള്ള ദേഷ്യം മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നയനമോളോടുള്ള ദേഷ്യമെങ്കിലും മാറ്റാൻ മേലെ എന്ന് ചോദിക്കുന്നു. അന്നേരം ദേവേനി പറയുവാണ്, അച്ഛൻ ഇപ്പോഴും ബിസിനസ്സാണ് വലുത്, കുടുംബമോ അല്ലെങ്കിൽ മൂത്ത കൊച്ചുമോനോ ഭാര്യയോ ഒന്നുമല്ല, ജനിക്കാൻ പോകുന്ന കുഞ്ഞൊന്നും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഞാൻ എന്താണ് എന്ന് എനിക്കറിയാം, എന്നെ ഇങ്ങോട്ട് ആരും ഉപദേശിക്കാൻ വരണ്ട, അതുപോലെ എനിക്കും ഇതൊക്കെ തന്നെയാണ് അഭിപ്രായം എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനെ MD ആക്കിയത് എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി, അത് ഇവിടെയുള്ളവരും അങ്ങനെ തന്നെയാണ്, ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ അങ്ങ് പോകുന്നത്. മുത്തശ്ശൻ പോയി കഴിയുമ്പം ദേവേനി ചോദിക്കുന്നുണ്ട്, ഇതെന്താമ്മ ഇങ്ങനെ എന്ന്. അന്നേരം മുത്തശ്ശി പറയുവാണ്, അദ്ദേഹം എന്താ ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തെ എനിക്കറിയാം, അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ട് നിങ്ങൾ അനുസരിച്ച് അങ്ങ് നിന്നാൽ മതി, അങ്ങോട്ട് എതിർത്ത് പറയാനൊന്നും നിൽക്കണ്ട എന്ന്. എന്നിട്ട് മുത്തശ്ശി അങ്ങോട്ട് പോകുന്നു. അവർക്കാകെ വിഷമാവുന്നുണ്ട്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. അന്നേരം അജയനും പറയും, എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന്. പിന്നീട് നാഗേന്ദ്രനെയാണ് കാണിക്കുന്നത്. നാഗേന്ദ്രൻ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയ കാര്യമൊക്കെ ഡേവിഡിനോട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, പണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളുടെ പേര് കേൾക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല, അവളിപ്പം ഏതോ ടൂറിലാണ്, എങ്കിലും കാര്യങ്ങളൊക്കെ അവൾ അറിയുന്നുണ്ടാവും, തിരിച്ചു വന്നു കഴിയുമ്പോൾ അവൾ മിക്കവാറും മക്കളോട് വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, കാരണം മക്കൾ അച്ഛനോട് അടുത്ത് കഴിഞ്ഞാൽ അവൾക്ക് പ്രാധാന്യം ഇല്ലാതാകിയല്ലേ, അങ്ങനെയൊക്കെ അവൾ ചെയ്യും, അവൾ ശരിക്കും ഒരു നേരും നെറിയുമില്ലാത്ത സ്ത്രീയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ ഭാര്യയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് സാറിനോട്, പക്ഷേ സാറിന് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു, ജലജ എന്ന് കേൾക്കുന്നത് പോലും സാറിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അത് എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പിന്നെ എൻ്റെ മകളുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇതിനു പിന്നിൽ കളിച്ചതും മൊത്തം ആദർശാണ്, അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് വേറെ ഒന്നിനും വേണ്ടിയല്ലായിരുന്നു, അവൻ മറ്റൊരു അനന്തമൂർത്തിയാണ്, അതാണ് എൻ്റെ ഭയം, അവൻ ഇനി തിരിച്ച് അനന്തപുരിയിൽ കയറി കഴിഞ്ഞാൽ മൂർത്തി ജ്വല്ലറിയിലേക്കും അവൻ തിരിച്ചു വരും, അതാണ് എൻ്റെ ഒരു പേടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നാഗേന്ദ്രൻ. കാരണം അനി അവിടെ MD ആയിട്ട് ഇരുന്നാലല്ലേ അവന്തിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടുള്ളൂ, ഇയാളുടെ ആഗ്രഹവും അതാണല്ലോ, അതിലൂടെ മൂർത്തി ജ്വല്ലറിയെ ഒന്ന് നിയന്ത്രിക്കാം എന്നൊക്കെയാണല്ലോ നാഗേന്ദ്രൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് ആദർശ് തിരിച്ചു വരുവോ, ആദർശ് MD സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷനോടെ നിൽക്കുന്ന നാഗേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.